ഹേ ഗായ്സ്, അപ്പോൾ ഇതാ ഉത്രാടമായില്ലേ. എത്ര പെട്ടെന്നാണ് 10 ദിവസമൊക്കെ പോയത്. അപ്പം ഇന്ന് ഉത്രാട പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളം ഞാനും കൃഷ്ണ അച്ഛനും കൂടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, മുന്നൊക്കെ പണ്ട്, അതായത് കുട്ടികളായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടീംസ് ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ വൈകുന്നേരം ആകുമ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള പൂവൊക്കെ പൊട്ടിക്കാൻ പോകുമായിരുന്നു. ഒരു മത്സരം പോലെയായിരുന്നു, ആർക്കാ കൂടുതൽ പൂ കിട്ടുക, ആരാ കൂടുതൽ പൂ കളക്ട് ചെയ്യുക എന്നുള്ളത്. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ നാട്ടിലൊക്കെ. ഇന്നൊക്കെ പൂക്കളൊക്കെ വളരെ കുറവാണ്, വീടുകളിലാണെങ്കിലും അതേപോലെ തന്നെ ഫുൾ പുറത്തുനിന്നല്ലേ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷം ഇന്നാണ് നമ്മൾ പൂവ് വാങ്ങിച്ചിട്ട് പൂക്കളം ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പൂവേ ഉള്ളൂ, പക്ഷേ നാളെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് വലിയ പൂക്കളം ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് വൈകിട്ട് വേണം നാളത്തേക്കുള്ള പൂക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂക്കളം, ചെറിയൊരു കുഞ്ഞു പൂക്കളം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ട് ചെമ്പരത്തി പൂവും കൂടെ വെച്ചിട്ടുണ്ട്. അതെങ്കിലും നാടൻ പൂ, അതെങ്കിലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ചെമ്പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ കടൽ കഴിഞ്ഞ് ഞാനും കൃഷ്ണയും കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണ് നോക്കുമ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് റെഡായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ മാറുകയും ചെയ്തു കേട്ടോ. പിന്നെ അതാ പുട്ടും പഴവും പപ്പടമൊക്കെ കൂടെ നല്ല സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ, എൻ്റെ കുടുംബത്തിൻ്റെയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.